വചനദീപം. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 24 1 മുതൽ 12 വരെ. അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്ത് കടന്നാറെ കർത്താവായ യേശുവിൻ്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിലിരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട്, മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ അവൻ്റെ വാക്ക് ഓർത്തു. കല്ലറ വിട്ട് മടങ്ങിപ്പോയി 11 മുതലായ എല്ലാവരോടും ഇതൊക്കെയും അറിയിച്ചു. അവർ ആരെന്നാൽ മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിൻ്റെ അമ്മ മറിയ എന്നിവർ തന്നെ. അവരോട് കൂടെയുള്ള മറ്റ് സ്ത്രീകളും അത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി. അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി തുണി മാത്രം കണ്ടു. സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോന്നു. 4 സുവിശേഷങ്ങളിലും കർത്താവിൻ്റെ മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഈ 4 സുവിശേഷങ്ങളിലും പൊതുവായി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, കർത്താവിൻ്റെ ഉയർപ്പിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 4 സുവിശേഷങ്ങളിലും ഞായറാഴ്ച രാവിലെ, അതായത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം രാവിലെയാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആളുകൾ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഒഴിഞ്ഞ കല്ലറ കണ്ടെത്തിയത് എന്ന് കാണാം. ഞായറാഴ്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം 4 സുവിശേഷങ്ങളിലും വായിക്കുന്നു. മേരി മഗ്ദലന, അവൾ കല്ലറയ്ക്കൽ വന്നു എന്ന കാര്യവും എല്ലാ സുവിശേഷ എഴുത്തുകാരും പറയുന്നു. 3-ാമതായി യേശുവിനെ വെച്ച കല്ലറ ഒഴിഞ്ഞതായി കണ്ടെത്തി എന്ന കാര്യവും 4 സുവിശേഷകന്മാരും പറയുന്നു. ഈ 4 സുവിശേഷകന്മാരും പറയുന്ന ഈ 3 കാര്യങ്ങൾ, ഞായറാഴ്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും, മഗ്ദലന മറിയയുടെ സാക്ഷ്യവും, ഒഴിഞ്ഞ കല്ലറയും, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചുള്ള തെളിവുകളായി ശേഷിക്കുന്നു. എല്ലാ സുവിശേഷ എഴുത്തുകാരും അതിനെക്കുറിച്ച് പറയുന്നു. ഈ സുവിശേഷ എഴുത്തുകാരുടെ ഇടയിൽ ചില വ്യത്യാസങ്ങളുമുണ്ട്. ചിലർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മറ്റു ചിലർ പറയുന്നില്ല. നാം ഇപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷമാണല്ലോ പഠിക്കുന്നത്. ലൂക്കോസ് മാത്രം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാം. കൂടുതൽ സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറയ്ക്കൽ ഞായറാഴ്ച രാവിലെ വന്നു എന്ന് ലൂക്കോസ് പറയുന്നുണ്ട്. മഗ്ദലന മറിയ, യോഹന്ന, വേറെ സ്ത്രീകൾ എന്നും നാം 10-ാം വാക്യത്തിൽ വായിക്കുന്നു. ഈ സ്ത്രീകൾ കർത്താവിനെ പിൻപറ്റിയ, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ വായിക്കുന്ന സ്ത്രീകൾ, കർത്താവിനെ ശുശ്രൂഷിച്ച സ്ത്രീകൾ, അവരാണ്. അവർ കല്ലറയ്ക്കൽ വരുന്നതിന് മുൻപ് കർത്താവിൻ്റെ ക്രൂശ് മരണ സമയത്ത് അവരവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, യേശുവിൻ്റെ ശരീരം എവിടെയാണ് വെച്ചത് എന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം അവർ പോയി കണ്ടുപിടിച്ചു, അതോർത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്നത് വേറൊരു കല്ലറയിലല്ല, കല്ലറ തെറ്റിപ്പോയതല്ല, അവർക്ക് കൃത്യമായി ഏത് കല്ലറയാണ് എന്നറിയാമായിരുന്നു. ഈ സ്ത്രീകൾ, കൂടുതൽ സ്ത്രീകൾ വന്നു എന്ന കാര്യം അത് ലൂക്കോസ് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ സ്ത്രീകളെ ഇവിടെ ഉണ്ടായിരുന്ന ദൂതന്മാർ യേശു പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അത് ലൂക്കോസ് മാത്രമേ പറയുന്നുള്ളൂ. യേശു ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. എന്നാൽ അത് പറയുന്ന സമയത്തൊക്കെയും യേശുവിൻ്റെ ശിഷ്യന്മാരോ
യേശുവിനെ അനുഗമിച്ചിരുന്ന ഈ സ്ത്രീകളോ, അവർക്കൊന്നും അത് മനസ്സിലായില്ല. അതൊക്കെ അവർക്ക് മറഞ്ഞിരുന്നു. അതൊരു മർമ്മമായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൂതൻ സ്ത്രീകളെ ആ കാര്യം ഓർമ്മിപ്പിക്കുന്നു. യേശു ക്രൂശിക്കപ്പെടും അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടു എന്ന കാര്യം ഇവിടെ ഈ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ മാത്രമേ വായിക്കുന്നുള്ളൂ. ലൂക്കോസ് മാത്രമേ ആ കാര്യം പറയുന്നുള്ളൂ. ദൂതൻ ക്രൂശിക്കപ്പെട്ടു എന്ന വാക്ക് ഉപയോഗിക്കുന്നു. പിന്നെ ആളുകളുടെ പ്രതികരണം, അതും ലൂക്കോസ് മാത്രമേ പറയുന്നുള്ളൂ. ഈ സ്ത്രീകൾ പോയി 11 ശിഷ്യന്മാരോട് കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു, യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചില്ല. അത് വെറും കഥയായിട്ട് മാത്രമേ അവർക്ക് തോന്നിയുള്ളൂ. പത്രോസ് കല്ലറയിൽ വന്ന് നോക്കിയെന്ന കാര്യം യോഹന്നാനും പറയുന്നുണ്ട്. എന്നാൽ ഇത് കണ്ടിട്ട് പത്രോസ് നേരെ തിരിച്ച് വീട്ടിൽ പോയി എന്നാണ് ലൂക്കോസ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ലൂക്കോസിൻ്റെ മാത്രം സുവിശേഷത്തിൽ കാണുന്നതാണ്. ലൂക്കോസ് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകളുടെ സാക്ഷ്യത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊന്ന് ഓർത്തു നോക്കിയാൽ അത് ലൂക്കോസിൻ്റെ ഒരു ശൈലിയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ലൂക്കോസിൻ്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ ഒരു ദൂതൻ സ്ത്രീയോട് സംസാരിക്കുന്നത് വച്ചാണല്ലോ. സുവിശേഷത്തിലുടനീളം സ്ത്രീകൾ കർത്താവിനെ പിൻപറ്റുന്നതും സ്ത്രീകൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതും ഒക്കെ ലൂക്കോസ് വിവരിക്കുന്നു. മാത്രമല്ല ലൂക്കോസ് യഹൂദന്മാർ തിരസ്കരിച്ച ആളുകളെ, പാപികളെ, ജാതികളെ, അവരെയൊക്കെ ഉൾക്കൊള്ളിക്കുന്ന സുവിശേഷമാണ് എഴുതിയത്. ശമര്യക്കാരൻ മടങ്ങി വരുന്നു, ശമര്യക്കാരൻ്റെ ഉപമ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു. ഇങ്ങനെ യഹൂദ സമൂഹം തിരസ്കരിച്ച ആളുകൾക്ക് ദൈവാനുഗ്രഹം ലഭിക്കുന്നു എന്ന ഒരു പ്രധാന തീമും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. അത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ വിവരിക്കുമ്പോഴുമുണ്ട്. സ്ത്രീകളെ കൊണ്ടാണ് താൻ ഈ കഥ തുടങ്ങുന്നത്. മാത്രമല്ല പിന്നീട് യേശു ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ഇതേ അധ്യായത്തിൻ്റെ 47-ാം വാക്യത്തിൽ അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ജാതികളോട്, സ്ത്രീകളോട് സുവിശേഷം അറിയിക്കുക, അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുക, ഇത് ലൂക്കോസിൻ്റെ ഒരു തീമാണ്. ഈ നിലയിലാണ് ലൂക്കോസ് സുവിശേഷം മുഴുവൻ എഴുതിയത്. പുനരുത്ഥാനത്തെക്കുറിച്ച് വിവരിക്കുമ്പോഴും ലൂക്കോസ് ആ ശൈലി തുടരുന്നു. ഒരുക്കിയ സുഗന്ധവർഗവും എടുത്തുകൊണ്ട് ഞായറാഴ്ച രാവിലെ കല്ലറയ്ക്കിലെത്തുന്ന സ്ത്രീകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ലൂക്കോസ് പുനരുത്ഥാനത്തിൻ്റെ വിവരണം ആരംഭിക്കുന്നത്. ഒരു യഹൂദ ശവസംസ്കാര ചടങ്ങിൽ ശവമടക്കുമ്പോൾ ആ ശവത്തോടൊപ്പം സുഗന്ധദ്രവ്യങ്ങൾ വയ്ക്കും. അതിൻ്റെ കാരണം ശവം അഴുകുമ്പോൾ വലിയ ദുർഗന്ധമുണ്ടാകും. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമുണ്ടാകുമ്പോൾ അവരോട് വെറുപ്പും വിദ്വേഷവും തോന്നാൻ സാധ്യതയുണ്ടല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ സുഗന്ധവർഗം അവർ ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്നത്. യേശുവിനെ അടക്കം ചെയ്തപ്പോൾ അവർ സുഗന്ധദ്രവ്യം ഉപയോഗിച്ചു എന്ന് വായിക്കുന്നുണ്ട്. എങ്കിലും ഈ സ്ത്രീകൾക്ക് ഒരു പക്ഷേ അതിനുള്ള അവസരം ലഭിച്ചു കാണുകയില്ല. അന്ന് ശവസംസ്കാരം വളരെ തിടുക്കത്തിലാണ് നടന്നത്. പിറ്റേ ദിവസം ശബത്തായിരുന്നുകൊണ്ട് വേഗം ശവം കുരിശിൽ നിന്നും ഇറക്കി അടക്കം ചെയ്യുകയായിരുന്നല്ലോ. പിറ്റേ ദിവസം അവർക്ക് സുഗന്ധദ്രവ്യം പൂശുവാൻ സാധിക്കുമായിരുന്നില്ല, കാരണം അന്ന് ശബത്തായിരുന്നു. അതുകൊണ്ട് ഞായറാഴ്ച ദുർഗന്ധം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ, അത് ആർക്കെങ്കിലും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സുഗന്ധദ്രവ്യം യേശുവിൻ്റെ ശരീരത്തിൽ പൂശണം എന്ന് ഈ സ്ത്രീകൾ ആഗ്രഹിച്ചിരുന്നു. ഇതിൻ്റെ ലളിതമായ കാരണം അവർ യേശുവിനെ സ്നേഹിച്ചിരുന്നു എന്നതാണ്. നമുക്ക് സ്നേഹമുള്ള ആളുകളോട് അവരുടെ മരണസമയത്തും സ്നേഹം പ്രകടിപ്പിക്കുക എന്നത് സ്വാഭാവികമാണല്ലോ. എന്നാൽ അവർ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കല്ലറയുടെ വാതിക്കൽ വെച്ചിരിക്കുന്ന കല്ല് ആരുരുട്ടി മാറ്റും എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു. ഇത് നാം മറ്റു സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. എന്നാൽ അവരവിടെ ചെന്നപ്പോൾ കല്ല് ഉരുട്ടി മാറ്റിയിരുന്നു.
ഇതിനെക്കുറിച്ച് പല ആളുകളും ചിന്തിക്കുന്നത് യേശുവിന് ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടിയാണ് ഈ കല്ലറയുടെ കല്ല് ഉരുട്ടി മാറ്റിയത് എന്നാണ്. തീർച്ചയായും അങ്ങനെയല്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ഈ സ്ത്രീകൾ വരുന്നതിന് മുമ്പ് തന്നെ കല്ലുരുട്ടി മാറ്റിയിരുന്നു. കല്ലുരുട്ടി മാറ്റിയത് ദൂതനാണ്. പക്ഷേ ദൂതൻ വന്ന് കല്ലുരുട്ടി മാറ്റുന്നതിന് മുൻപ് തന്നെ യേശു ഉയർത്തെഴുന്നേറ്റിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കല്ലുരുട്ടി മാറ്റിയത്. യേശു ഉയർത്തെഴുന്നേറ്റത് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയാണ്. ആ ശരീരത്തെ തടയാൻ കല്ലിനോ കല്ലറയ്ക്കോ കഴിയില്ല. പിന്നീട് അടച്ചിട്ടിരുന്ന ഒരു മുറിയിൽ യേശു പ്രവേശിച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതിനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ശരീരത്തിന് ഭൗതികമായ പരിമിതികളില്ലായിരുന്നു. അതുകൊണ്ട് കല്ല് ഉരുട്ടി മാറ്റാതെ തന്നെ യേശുവിനെ ഉയർത്തെഴുന്നേറ്റ് കല്ലറയുടെ പുറത്തേക്ക് വരുവാൻ സാധിക്കുമായിരുന്നു. കല്ലുരുട്ടി മാറ്റിയത് യേശുവിന് ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടിയല്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: കല്ലുരുട്ടി മാറ്റിയത് യേശുവിന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമുക്ക് യേശുവിൻ്റെ കല്ലറ കാലിയാണ് എന്ന് കാണാൻ വേണ്ടിയാണ്. അത് ഇന്നും ശരിയാണ്. തൻ്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. പാലസ്തീൻ കാണാൻ പോകുന്നവർ പറയും, അവിടെ ചെന്ന് യേശുവിനെ അടക്കിയ കല്ലറ തുറന്നു കിടക്കുന്നത് കാണാൻ കഴിയുമെന്ന്. 2 പുരുഷന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് 2 ദൂതന്മാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അവർ ഈ സ്ത്രീകളെ കണ്ടു, അവരോട് സംസാരിച്ചു. യേശുവിൻ്റെ ശരീരം കാണാതെ സ്ത്രീകൾ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവർ മുഖം കുനിച്ച് നിൽക്കുകയായിരുന്നു. അവരോട് ഈ ദൂതൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? ഈ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ലോകത്തിൽ വലിയ വലിയ ആളുകൾ, മഹാന്മാരായ ആളുകൾ, രാജാക്കന്മാർ, സൈന്യാധിപന്മാർ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ ഒക്കെ ജീവിച്ചിട്ടുണ്ട്. ലോകത്തിൽ പല വിധത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളവർ ജീവിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെയൊക്കെ അവസാനം മരണമായിരുന്നു. മരണം അവരുടെ അവസാനമായിരുന്നു. യേശുവും മരിച്ചില്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. അതെ, യേശുവും മരിച്ചു. പക്ഷേ യേശുവിൻ്റെ മരണം അവസാനമല്ലായിരുന്നു. അതാണ് ഈ ദൂതൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ അന്വേഷിക്കുന്നത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരുവനെയാണ്. മരിച്ച അനേക ആളുകൾ കല്ലറകളിലുണ്ട്. അവരുടെ ഇടയിൽ യേശുവിനെ അന്വേഷിക്കേണ്ട. യേശു ഇവിടെയില്ല. അവൻ ഇവിടെയില്ല. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പല ആളുകൾക്കും ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അവർ പറയുന്നത്, ഉയർത്തെഴുന്നേൽക്കുകയോ? അസംഭവ്യം, ഇതൊരിക്കലും സംഭവിക്കില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ സുവിശേഷ എഴുത്തുകാർ വളരെ ലളിതമായി നമുക്ക് നൽകുന്ന തെളിവുകൾ യേശു ഉയർത്തെഴുന്നേറ്റു എന്നതിൻ്റേതാണ്. അവൻ്റെ കല്ലറ അവിടെയില്ല. ദൂതന്മാർ ഈ സ്ത്രീകളോട് സാക്ഷ്യം പറഞ്ഞു. ഈ സ്ത്രീകൾ മറ്റുള്ളവരോട് പറഞ്ഞു. അതിനുശേഷം യേശു അനേകർക്ക് പ്രത്യക്ഷനായതായി ആളുകൾ സാക്ഷ്യം പറയുന്നു. യേശുവിനെ വെച്ചിരുന്ന കല്ലറയുള്ള സ്ഥലത്ത് തന്നെയാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങിയത്. യേശുവിൻ്റെ ശവം അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാമായിരുന്നു, അതാ അവൻ്റെ ശവത്തിൻ്റെ അവശിഷ്ടം, അവൻ്റെ എല്ലുകൾ, അവൻ്റെ തലയൊട്ടി ഇതാ ആ കല്ലറയിലുണ്ട് എന്നവർക്ക് പറയാമായിരുന്നു. പക്ഷേ അത് സാധിച്ചില്ല. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റു. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വളരെ ലളിതമായൊരു സത്യമാണ്. അങ്ങനെ സാധാരണ സംഭവിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം യേശു ഉയർത്തെഴുന്നേറ്റത് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതുകൊണ്ടാണ് എന്ന് ലൂക്കോസ് തന്നെ പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നു. അപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റത് ദൈവശക്തിയുടെ ഒരു പ്രകടനമായിരുന്നു. ദൈവശക്തിയുടെ മാത്രം പ്രകടനമല്ല, യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക വഴി ദൈവം യേശുവിൻ്റെ ജീവിതത്തിന് ഒരു സാക്ഷ്യം നൽകുകയാണ്. 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്, നീ നിൻ്റെ അഭിഷിക്തനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. എന്ന് വെച്ചാൽ മരിച്ചാലും അവൻ്റെ ശരീരം ജീർണിക്കുകയില്ല. മരിച്ച ഒരാളുടെ ശരീരം ജീർണിക്കാതെ ഇരിക്കണമെങ്കിൽ ആ ആൾ ഉയർത്തെഴുന്നേൽക്കണം. ദാവീദ് ആണത് പറഞ്ഞത്.
പക്ഷേ ദാവീദ് മരിച്ചു, ദാവീദിൻ്റെ കല്ലറ യേശു ഉയർത്തെഴുന്നേറ്റപ്പോഴും ഇപ്പോഴും യെരൂശലേമിലുണ്ട്. എന്നാൽ അതേ പട്ടണത്തിൽ യേശുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു. ദാവീദ് പറഞ്ഞത്, എൻ്റെ അഭിഷിക്തൻ, അവൻ ദ്രവത്വം കാണാൻ ദൈവം സമ്മതിക്കില്ല. ദ്രവത്വം കാണാൻ ദൈവം സമ്മതിക്കാതിരുന്ന ഏക വ്യക്തി കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക വഴി ദൈവം യേശുക്രിസ്തു അഭിഷിക്തനാണ്, ക്രിസ്തുവാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി. അവൻ അഭിഷിക്തനാണെങ്കിൽ, അവൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ, അവൻ പാപമില്ലാത്തവനാണ്. പാപമില്ലാത്തവനാണെങ്കിൽ പിന്നെ അവൻ്റെ മരണം എന്തിനു വേണ്ടി? ഇതാണ് ബൈബിളിൻ്റെ സന്ദേശം. യേശുക്രിസ്തു മരിച്ചത് അവൻ്റെ പാപത്തിനു വേണ്ടിയല്ല. അവൻ ദൈവത്തിൻ്റെ അഭിഷിക്തനായ ക്രിസ്തു. അവൻ്റെ മരണം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനു വേണ്ടി. യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുക വഴി ദൈവം യേശു തൻ്റെ അഭിഷിക്തനാണെന്ന് പ്രസ്താവിച്ചു. അവൻ്റെ ജീവിതം പാപരഹിതമാണ് എന്ന് പറഞ്ഞു. അവൻ്റെ മരണം മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടിയാണ് എന്ന് ദൈവം വിളംബരം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ പുനരുത്ഥാനം മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തിയുടെ പൂർണ്ണതയാണ്. തൻ്റെ മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നവർ അവരുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി അവനിൽ വിശ്വസിക്കുന്നു. ദൂതൻ ഈ സ്ത്രീകളോട് പറഞ്ഞു, മരിച്ചവനെ ജീവനുള്ളവരുടെ ഇടയിൽ അന്വേഷിക്കരുത്. അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. 7-ാം വാക്യത്തിൽ ദൂതൻ ഇവരെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞു, മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവിൻ. ദൂതൻ ഇവിടെ യേശു ഈ സ്ത്രീകളോട്, കർത്താവിൻ്റെ ശിഷ്യന്മാരോട് താൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയൊരു സന്ദേശമല്ല. യേശു പറഞ്ഞ കാര്യങ്ങൾ ദൂതൻ ഓർമ്മിപ്പിക്കുന്നു. പുതിയതായി ഒന്നും ദൂതൻ പറയുന്നില്ല. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ വാക്കുകൾ അത് ദൈവവചനമാണ്, മാറ്റമില്ലാത്തതാണ്. അത് പറഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടത് മാറ്റാനല്ല ദൈവം തീരുമാനിച്ചത്, മറിച്ച് അത് നിവർത്തിക്കുകയും നിവൃത്തിയായ ശേഷം ഇവരെ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇവരുടെ ജീവിതത്തിൽ ഇവർക്കുണ്ടായ ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ കാരണം യേശു പറഞ്ഞ വാക്കുകൾ അവർ ഓർത്തില്ല, വിശ്വസിച്ചില്ല എന്നതാണ്. എന്നാൽ അവരത് ഓർത്തപ്പോൾ, അത് വിശ്വസിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുവാൻ തുടങ്ങി. അവരത് ഓർത്തു. അവർ കല്ലറ വിട്ട് പോയി. അവർ കല്ലറ വിട്ടു പോയപ്പോൾ ഈ സ്ത്രീകൾ അവർ വിശ്വസിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റു. അത് ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നാൽ ശിഷ്യന്മാർക്കും ഇതേ പ്രശ്നമുണ്ടായിരുന്നു. അവർ യേശു പറഞ്ഞ കാര്യങ്ങൾ കേട്ടതാണ്, പക്ഷേ മനസ്സിലായില്ല, അത് ഓർത്തില്ല. യേശു കഷ്ടം അനുഭവിക്കുകയും പിന്നീട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം എന്നവൻ പറഞ്ഞ കാര്യം അവർ ഓർത്തില്ല. അവർക്കത് വെറും കഥയായി തോന്നി. കല്ലറ കാലിയാണ്. അത് യാദൃച്ഛികമായൊരു സംഭവമായിരിക്കാം, ആരെങ്കിലും ശവം എടുത്തുകൊണ്ട് പോയതായിരിക്കാം. ഇത്തരത്തിലുള്ള സംശയങ്ങളാണ് ശിഷ്യന്മാർക്കുണ്ടായത്. അവരും വിശ്വസിച്ചില്ല. എന്നാൽ പിന്നീട് നാം മനസ്സിലാക്കുന്നത് ശിഷ്യന്മാർ അത് വിശ്വസിച്ചു. യേശുവിൻ്റെ പുനരുത്ഥാനം വിശ്വസിക്കാത്തവർ ഒന്നും വിശ്വസിക്കുന്നില്ല എന്ന് കരുതരുത്. അവർ വേറെ ഒരു നുണ വിശ്വസിക്കുന്നുണ്ട്. ആ നുണ ഏതെങ്കിലും ഒരു നുണയാകാം. ഒന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, യേശുവിൻ്റെ ശരീരം ആരോ എടുത്തുകൊണ്ട് പോയി. അതൊരു നുണയാണ്. യേശു മരിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊരു നുണയാണ്. യേശുവിനെ അല്ല ക്രൂശിച്ചത്, ദൈവം യേശുവിന് പകരം യൂദയെ ക്രൂശിക്കാൻ അനുവദിച്ചു എന്ന് പറയുന്ന ആളുകളുണ്ട്. അവിടെ യേശുവിനെ ക്രൂശിച്ചില്ല എന്ന് പറയുന്നതും യൂദയെ ക്രൂശിച്ചു എന്ന് പറയുന്നതുമൊക്കെ മാനുഷികമായ ചില വിശദീകരണങ്ങളാണ്. പക്ഷേ ദൈവമാണത് ചെയ്തതെന്ന് പറയുമ്പോൾ ദൈവത്തെ തന്നെ വഞ്ചകനാക്കുകയാണ്. ഇങ്ങനെയുള്ള കള്ളങ്ങൾ ഉണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർ ഏതെങ്കിലും ഒരു കള്ളം വിശ്വസിച്ചേ മതിയാവൂ. ഈ കല്ലറ കാലിയാണ് എന്ന് കേട്ടപ്പോൾ പത്രോസ് എഴുന്നേറ്റ് ഓടിച്ചെന്ന് കല്ലറയ്ക്കൽ കുനിഞ്ഞു നോക്കി
കല്ലറ കാലിയായിരിക്കുന്നത് കണ്ടു. പക്ഷേ ഈ സംഭവിച്ചതെന്തെന്ന് ആശ്ചര്യപ്പെട്ട് താൻ മടങ്ങി വീട്ടിലേക്ക് പോയി. കാരണം യേശു പറഞ്ഞിരുന്നത് അവൻ വിശ്വസിച്ചില്ല, അവൻ ഓർത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് യേശു പറഞ്ഞ കാര്യങ്ങളെ മുഴുവൻ ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചു. അന്ന് അവരുടെ ഭയം മാറി, സംശയം മാറി. അവർ ധീരന്മാരായി തീർന്നു. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ചതുകൊണ്ട് ആ യേശുവിന് വേണ്ടി ജീവിക്കുവാനും മരിക്കുവാനും ശിഷ്യന്മാർ തയ്യാറായി. പ്രിയ സുഹൃത്തേ, താങ്കൾ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ടായിരിക്കാം. അതുപോരാ, നിങ്ങൾ യേശുവിൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ശിഷ്യന്മാർ ജീവിച്ചതുപോലെ ധീരതയോടെ ജീവിക്കണം. രണ്ടാമത്, മരിച്ചവനെ, ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കരുത്. എന്നുവച്ചാൽ യേശു ഈ ലോകത്തിൽ ജീവിച്ച മറ്റെല്ലാ മനുഷ്യരിലും വ്യത്യസ്തനാണ്. ആ നിലയിൽ നിങ്ങൾ യേശുവിനെ കാണണം. രണ്ടാമത്തെ കാര്യം, യേശുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചവർ അവരും യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ചവർ മരിച്ചവരുടെ ഇടയിൽ തുടരരുത്. അവർ ജീവനുള്ളവരുടെ ഇടയിലായിരിക്കണം. ജീവനുള്ളവരെ പോലെ അവർ പെരുമാറണം. അങ്ങനെ ജീവിക്കാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0988-22-1957 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988-22-1957.